ഭയങ്കര കളർഫുൾ പടമാണ് അല്ലേ? ഭയങ്കര കളർഫുൾ പടമാണ്. അത് ഞങ്ങൾ പറയും വിനയ് ഗോവിന്ദ് റിച്ച്നെസ് വിട്ടൊരു കളിയില്ല. നമ്മളെപ്പോഴും ആക്ടേഴ്സിനെ ഭയങ്കര നല്ല ആക്ടറാണ് എന്ന് പലപ്പോഴും പറയാം. ഒരു ഇമോഷണൽ സീൻ കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ഇമോഷൻ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ പേര് പ്രേക്ഷകർ പെട്ടെന്ന് കൊടുക്കുക. നമ്മളിങ്ങനെ തലച്ചോറൊക്കെ ചിതറുന്ന വോയിസ്, പിന്നെ നമ്മൾ വയറിന് ഇങ്ങനെ കുത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞ ശബ്ദം കേൾക്കില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഹി വാസ് വെരി ഷുവർ ദറ്റ് മാർക്കോസ് ഗോണ ഹിറ്റ്. ഉണ്ണി നിഖില ആക്ച്വലി അവർ ടോം ആൻഡ് ജെറി കോംബോ ആണ് പുറത്ത്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ കോളനിയിൽ ഉള്ള ആളാണെന്ന് പറയുമ്പോൾ മെലിഞ്ഞിരിക്കണം, ക്യാൻസർ രോഗിയാണെന്ന് പറയുമ്പോൾ മെലിഞ്ഞിരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ക്യാൻസർ രോഗികളല്ലാതെ. എനിക്ക് തോന്നുന്നു മാർക്കോ കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ ഒരു ഫൈറ്റ് പോലും ഇതിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫൈറ്റോ അല്ലെങ്കിൽ അങ്ങനെ ബ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ലോകത്ത് സ്ട്രഗിൾ ചെയ്യാത്തവരോ വിഷമിക്കാത്തവരോ കരയാത്തവരോ ഒന്നും ആരുമില്ല. ആരോട് ചോദിച്ചാലും എല്ലാവർക്കും അവരവരുടേതായ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പ്രോബബ്ലി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഒരു ബ്രൈറ്റർ സൈഡ് മാത്രമായിരിക്കും. അൺടോൾഡ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം കുറേ വിശേഷങ്ങളുമായി ഫറാ ഷിബിലയാണുള്ളത്. ഗെറ്റ് സെറ്റ് ബേബിയുടെ വിശേഷങ്ങളുമായിട്ട് സ്വാഗതം. താങ്ക് യു. അപ്പോൾ കുറേ നാളായല്ലേ കണ്ടിട്ട്? അതെ, നമ്മൾ സോമൻ്റെ കൃതാവായിരിക്കും ലാസ്റ്റ് കണ്ടത്. പുതിയ വിശേഷം ഗെറ്റ് സെറ്റ് ബേബി. യെസ്. എന്തൊക്കെയാണ് വിശേഷം? ഗെറ്റ് സെറ്റ് ബേബി മാർക്കോയെ പോലെ അല്ലാത്തൊരു സിനിമയാണെന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അതെ, ബിക്കോസ് മാർക്കോ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു സക്സസ് ആയതുകൊണ്ടും ഉണ്ണി ഭയങ്കര നന്നായിട്ട് ആക്ഷൻ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ ചിലപ്പം ആൾക്കാർ പോവാം. അപ്പോൾ അതേപോലെയുള്ളൊരു സിനിമയേ അല്ല, ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന, ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു ദിവസത്തെ സംസാരത്തിൽ തന്നെ എപ്പോഴും വന്നു പോകുന്ന IVF അല്ലെങ്കിൽ എന്താ പറയുക പ്രഗ്നൻസി, പാരൻറ്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന, അതിൻ്റെ കൂടെ തന്നെ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. മെയിൽ ഗൈനക്കോളജിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റൊക്കെ മെയിലാണെങ്കിലും പൊതുവേ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പോലും നമ്മൾ ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന എപ്പോഴും ഒരു ഫീമെയിൽ ഡോക്ടറിനെ ആയിരിക്കും. അപ്പോൾ ഒരു മെയിൽ ആയിട്ടുള്ള ഒരാൾ ഗൈനക്കോളജിസ്റ്റ് ആവാൻ തീരുമാനം എടുക്കുന്നതും അതിൻ്റെ കൂടെ ഈ സ്റ്റിഗ്മയൊക്കെ ഡീൽ ചെയ്യേണ്ടി വരുമല്ലോ. ആൾക്കാർ വരില്ല, പേഷ്യൻസ് പൊതുവെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അങ്ങനത്തെ അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അതും പിന്നെ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന, എന്നാൽ അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി സ്വഭാവത്തിലല്ലാതെ ഓരോ കഥകളായിട്ടോ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ പറയാനുള്ളത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്നത് കിളിബോയി കോഹിനൂരൊക്കെ ചെയ്ത വിനയ് ഗോവിന്ദാണ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാമാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അലക്സ് ജെ പുളിക്കലാണ്, RDX ഒക്കെ ചെയ്ത. പിന്നെ പ്രൊഡ്യൂസേഴ്സ് സ്കന്ദ ഫിലിംസും കിങ്സ്മാനുമാണ്. സജീവേട്ടനാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന, ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സുധീഷ് ചേട്ടനുണ്ട്, സുരഭി ചേച്ചിയുണ്ട്, ദിനേശ് ചേട്ടനുണ്ട്, മുത്തുമണിയുണ്ട്, വർഷയുണ്ട്, പിന്നെ ഭഗത് മാനുവലുണ്ട്, പിന്നെ ഗംഗാമീരയുണ്ട്, പിന്നെ ഒരുപാട് പേര് നമ്മൾ വിട്ടുപോകും. ചെമ്പചേട്ടനാണ് എൻ്റെ പേരായിട്ട് ചെയ്യണത്. നിഖില പിന്നെ എവ്രി വൺ നോസ് നിഖിലയാണ് ഉണ്ണിയുടെ പേരായിട്ട് ചെയ്യണത്. പിന്നെ ജോണി ആൻ്റണി ചേട്ടനുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് തോന്നുന്ന നമുക്ക് എല്ലാവർക്കും ഫേസ് പരിചയമുള്ള ആൾക്കാർ തന്നെ ഒരു 10, 20, 25 പേര് ഉണ്ടാവും. ഭയങ്കര കളർഫുൾ പടമാണ് അല്ലേ? ഭയങ്കര കളർഫുൾ പടമാണ്. അത് ഞങ്ങൾ പറയും വിനയ് ഗോവിന്ദ് റിച്ച്നെസ് വിട്ടൊരു കളിയില്ല. ആസിൻ എൻ്റെയും നിഖിലയുടെയൊക്കെ വീടുകൾ കണ്ടിട്ട് ഞങ്ങൾ തന്നെ ഞെട്ടി. കാരണം ആദ്യം ഞങ്ങൾ ചെയ്തത് പുറത്ത് ഉള്ള പോർഷൻസാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെ പോർഷൻസിന് വേണ്ടി ഞങ്ങൾ വീട് കാണുമ്പോൾ ഇത്രയും വലിയ വീട്, ഇത്രയും റിച്ചാണോ നമ്മൾ, അങ്ങനത്തെ ഫീലായിരുന്നു. പിന്നെ കളേഴ്സും അതെ, വിനയ്ക്ക് എനിക്ക് തോന്നുന്നു കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് എല്ലാ സിനിമയിലും അല്ല, പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ വരണം എന്നുണ്ടായിരുന്നു. ചില പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കളറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ഫണ്ണൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വരുന്നുണ്ട്. അതെ, കുറച്ചൊരു ബ്രീസി ആയിട്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആൾക്കാർ മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എന്നുണ്ട്. ആൾക്കാർക്ക് ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കാൻ പാടില്ല, എസ്പെഷ്യലി ആഫ്റ്റർ മാർക്കോ.
അല്ല ഇത് അങ്ങനത്തെ തരത്തിലുള്ളൊരു സിനിമയല്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഇപ്പോൾ ട്രെയിലറാണെങ്കിലും ഇതാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ ഇല്ല ഇത് മാർക്കോ അല്ല, അതും കൂടെ പറയാൻ നോക്കുന്നുണ്ട്. ബിക്കോസ് അങ്ങനെ നമ്മൾ മിസ്ലീഡ് ചെയ്ത് പ്രേക്ഷകരെ കൊണ്ടുവരണ്ട, ഇത് ഫാമിലിക്കൊക്കെ കാണാൻ പറ്റുന്ന, കുട്ടികൾ എന്നുള്ളത് എനിക്ക് കുട്ടികൾക്ക് കാണാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷേ ഇങ്ങനെ ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും ഡെഫിനറ്റ്ലി കാണാൻ പറ്റുന്ന, ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാർക്കോയെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടെ തിയേറ്ററിൽ വരുന്ന ഒരു സിനിമയാണല്ലേ, അപ്പം അതിൻ്റെ ഒരു പ്രഷർ എന്തായാലും ഉണ്ടാവും. ഉണ്ട്. അതിൻ്റെ സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു പേടിയുണ്ട്. സന്തോഷം ബിക്കോസ് ഞങ്ങൾ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി മാർക്കോക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ദിവസം ഞാൻ കുറച്ച് ലൂസാക്കുകയാണ് പതിവ്. അപ്പോൾ ഉണ്ണിയുടെ ഹാർഡ് വർക്കൊക്കെ കണ്ടിട്ട് ഞാൻ ബിക്കോസ് രാവിലെ ഉണ്ണി വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് വരിക. ആൻഡ് ഐ തിങ്ക് ഹീ വാസ് ഓൺ ഇൻ്റർമിറ്റൻറ്റ് പോലത്തെ എന്തോ ഒരു ഇതിലായിരുന്നു. ആൻഡ് ഭയങ്കര ലോ ഷുഗർ ആയിരുന്നു. അപ്പം രാവിലെ ചിലപ്പോൾ ഒരു സീൻ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോഴേ എനിക്ക് തോന്നുന്നു അവൻ്റെ ഒരു ടൈം ആവുള്ളായിരുന്നു. അപ്പോൾ ചില സമയത്തൊക്കെ ഐ മൊന്നോ ഷുഗർ എന്ന് പറയും. അതായത് നമുക്ക് ശരിക്കും ഇങ്ങനെ അത് ഒരു ദേഹത്ത് ഗ്ലൂക്കോസ് ഇല്ലാത്തത് ഫീൽ ചെയ്യുമായിരുന്നു അവന്. അപ്പം അത്രയും ബുദ്ധിമുട്ടി, എന്നാലും അവൻ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഞാനൊക്കെയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഞാൻ വേഗം പോയി ഓക്കെ അങ്ങനെ വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് ഈവനിങ് ഇവൻ ആഫ്റ്റർ 9:30 കഴിയുന്നതെങ്കിൽ ആഫ്റ്റർ 9:30 ഈൽ ഗോ വർക്കൗട്ട്. അങ്ങനെ ഒരു ദിവസം ട്വൈസ് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ആ ഡിഫറൻസ് അപ്പം തന്നെ ആക്ച്വലി ഡിഫറൻസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഡിഫറൻസ് അവൻ കാണിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെയായിരുന്നു മുന്നത്തെ സിനിമ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്, ഇപ്പം ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ആവേണ്ടത് ഇങ്ങനെയാണ്, അങ്ങനെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അത് ഫിസിക്കൽ കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്ന ഞാൻ വിചാരിക്കാറുണ്ട് നമ്മളെപ്പോഴും ആക്ടേഴ്സിനെ ഭയങ്കര നല്ല ആക്ടറാണ് എന്ന് പലപ്പോഴും പറയാം. ഒരു ഇമോഷണൽ സീൻ കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ഇമോഷൻ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ പേര് പ്രേക്ഷകർ പെട്ടെന്ന് കൊടുക്കുക. പക്ഷെ ഞാൻ വിചാരിക്കണ ഒരു ഫൈറ്റ് സീൻ ആക്ച്വലി സ്പീക്കിംഗ് ആൾക്കാർക്ക് ഒരു ബിലീഫ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആ കൊടുക്കുന്ന പഞ്ച് ആക്ച്വലി ഇല്ലല്ലോ, അതൊരു മേക്ക് ബിലീഫാണല്ലോ. നമ്മൾ ഇങ്ങനെ ഇടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് അയാളെ മേലിൽ കൊള്ളാനും പാടില്ല, പക്ഷെ കൊണ്ട പോലെ ആൾക്കാർക്ക് തോന്നണം, ആ ദേഷ്യം തോന്നണം. അപ്പോൾ അത് ഭയങ്കര നന്നായിട്ട്, അത് എനിക്ക് തോന്നാം ഭയങ്കര നല്ല ആക്ടേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ല ആക്ഷൻ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും കുറവാണ്. അപ്പോൾ ആ തരത്തിൽ ഭയങ്കര സന്തോഷമാണ് ഉണ്ണിക്ക് ഇത്ര ഹ്യൂജ് ആയിട്ടുള്ളൊരു ഹിറ്റ്, ഇത്ര പാൻ ഇന്ത്യൻ ഒരു റീച്ച്, അതൊക്കെ മൂവീനെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിൻ്റെ കൂടെ ഈ പറയുന്നത് പോലെ മാർക്കോ പോലെ ഒരു സിനിമ പ്രതീക്ഷിച്ച ആൾക്കാർ വന്നാൽ അവർ ഡിസപ്പോയിൻറ്റഡ് ആവും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ അല്ല ഇത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെയായിരുന്നു അപ്പോൾ ആ സെറ്റിൽ ഉണ്ണി മാർക്കോയെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നോ? പിന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ കുറച്ച് ഡിസ്കഷൻസും പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്നത് ഇതാണ് എനിക്ക് തോന്നുന്നു, നമ്മളെ മൂവിയുടെ ഇടയ്ക്കാണോ അതിൻ്റെ എന്തോ ഒരു ഫസ്റ്റ് ലുക്ക് അങ്ങനെ എന്തോ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഹി വാസ് പ്രിപ്പയറിങ് ഫോർ ദാറ്റ് ആൻഡ് യൂസ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഉണ്ണിക്ക് ആക്ഷൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, ആക്ഷൻ മൂവീസും ആക്ഷൻ സീക്വൻസസൊക്കെ. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു ലൊക്കേഷനിൽ വേറൊരു ജോണറാണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയി ചെയ്ത ഈ മാർക്കോ കണ്ടിട്ട് എന്താ ശരിക്കും പറഞ്ഞാൽ തോന്നിയത്? ഞാനൊട്ടും അങ്ങനെ എനിക്ക് വയലൻസ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. അതായത് എസ്പെഷ്യലി വോയിസ്, അതായത് നമ്മളിങ്ങനെ തലച്ചോറൊക്കെ ചിതറുന്ന വോയിസ്, പിന്നെ നമ്മൾ വയറിന് ഇങ്ങനെ കുത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞ ശബ്ദം കേൾക്കില്ല, അതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാനിങ്ങനെ പഴയ സീരീസസ് ഒക്കെ കാണുമ്പോഴാണല്ലോ കുറച്ച് ഇലോബറേറ്റ് ആയിട്ട് നമ്മൾ കാണാം. അപ്പോൾ ആ സമയത്ത് ഓക്കെ ഇത് പോകുന്നത് വയലൻസിലേക്കാണ് എന്ന് കണ്ടാൽ ഞാൻ ഒന്നുകിൽ തലതിരിക്കും അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാൻ അവിടെ നിന്ന് എണീറ്റ് പോകും, അങ്ങനത്തെ ആളാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര അതായത് കൊല്ലന്നെ വേണം അയാളെ, അങ്ങനെ തോന്നുമല്ലോ ചില സിനിമയിൽ. ഇപ്പോൾ കില്ലൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ഈ പറഞ്ഞ പോലെ വയലൻസ് ഒക്കെ കുറേ ഇങ്ങനെ ഓടിച്ചോടിച്ചാണ് കണ്ടതെങ്കിലും കൊല്ലടാന്ന് നമുക്ക് പറയാൻ തോന്നുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഉണ്ണിയെക്കുറിച്ച് ഭയങ്കര വിശ്വാസവും ഭയങ്കര കോൺഫിഡൻസും ഒക്കെയാണ്. ഉണ്ണി ചെയ്യണ കാര്യങ്ങളിലാണെങ്കിൽ അതിലൊരു ഡൗട്ടൊന്നുമില്ല ഇത് വർക്കാവില്ല അങ്ങനത്തെ. ഹി വാസ് വെരി ഷുവർ ദറ്റ് മാർക്കോ ഈസ് ഗോണ ഹിറ്റ്.
അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ സക്സീഡ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഡ്യൂ ആണ് ഉണ്ണിക്ക്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഹി ഡിസേർവ്സ് ദിറ്റ് സക്സസ്, ഇത്രയും ഒരു അക്സെപ്റ്റൻസ് ഒക്കെ. ഓക്കെ, നമുക്ക് വീണ്ടും ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരാം. നിഖിലയുടെ ഫ്രണ്ടായിട്ടാണല്ലേ ഈ സിനിമയിൽ? യെസ്, നിഖിലയുടെ ഫ്രണ്ടാണ്. ഞാനും നിഖിലയുടെ ഫസ്റ്റ് മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് സെറ്റ് ബേബിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഇടയ്ക്ക് ഇങ്ങനെ ഫങ്ഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഞങ്ങളീ പറഞ്ഞ പോലെ പെട്ടെന്ന് അന്നത്തെ ഒരു നമുക്കറിയാം തമ്മിൽ എന്നുള്ളത് കൊണ്ടും ഇടയ്ക്കൊക്കെ സംസാരിക്കാറും കാണാറൊക്കെ ഉള്ളത് കൊണ്ടും ഞങ്ങൾ പെട്ടെന്ന് സിങ്കായി. പിന്നെ എനിക്ക് സീൻ ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും ഒരു 1-2 ദിവസം മാത്രമേ തോന്നുന്നു ചെമ്മഞ്ചേട്ടൻ്റെ കൂടെ മാത്രമായിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പരിപാടിയിലെല്ലാത്തിലും നിഖില ഉണ്ടാവും. അപ്പോൾ എനിക്കും അത് ഭയങ്കര ഈസി ആയിരുന്നു. ബിക്കോസ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണ, സംസാരിച്ചിരിക്കാൻ രസമാണ്, അങ്ങനത്തെ ഒരാളാണല്ലോ നിഖില. അപ്പം എനിക്ക് ഭയങ്കര വർക്കിൽ നമ്മൾ പറയില്ലേ, വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല ഒരു തരത്തിലും. കാരണം വിനയ് ഗോവിന്ദ് ഈ പറയുന്ന പോലെ നമുക്ക് നമ്മളോട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ മാറ്റണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെങ്ങനെയാണോ ആസ് ഇറ്റ് ഇസ്. ബിക്കോസ് എൻ്റെയും നിഖിലയുടെയൊക്കെ ക്യാരക്ടർ ഞങ്ങളൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഒരു എന്താ പറയുക, നഗരത്തിലൊക്കെ ജീവിക്കുന്ന, ഇപ്പം നിഖില പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ്. ഞാനും സൗഹൃദങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. ഐ മീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, ഭയങ്കര നന്നായി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല നമുക്ക് ചെയ്യുമ്പോൾ. കാരണം ഡയറക്ടേഴ്സ് അങ്ങനത്തെ ഫ്രീഡം തരുന്ന സെറ്റുകളിൽ കോ ആക്ടേഴ്സുമായിട്ടുള്ള കെമിസ്ട്രി മാറ്റേഴ്സ്. കാരണം നമ്മളോട് ഇതാണ് കണ്ടൻറ്റ്, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞോ, അങ്ങനെ പറയുന്ന ഒരാളാണ് വിനയ്. അപ്പോൾ അങ്ങനത്തെ സ്പേസിൽ നമ്മൾ കോ ആക്ടേഴ്സ് എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആവുക. അപ്പോൾ എനിക്ക് മെയിൻലി കോമ്പിനേഷൻസ് ഉള്ളത് ഉണ്ണിയായിട്ടും ചെമ്മചേട്ടനായിട്ടും നിഖിലയായിട്ടുമാണ്. മെയിൻലി നിഖിലയായിട്ട് തന്നെയാണെന്ന് പറയാം, നിഖിലയായിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ 3 പേരും എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു വർക്ക് ചെയ്യാനും. എന്തെങ്കിലും ചെറിയ സ്ലൈറ്റ്, ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കുമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. ശരിക്കും ഉണ്ണി നിഖില കോംബോയെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന അപ്പോൾ ഉണ്ണി നിഖില ആക്ച്വലി അവർ ടോം ആൻഡ് ജെറി കോംബോ ആണ് പുറത്ത്. ഒരാൾ ഒന്ന് പറയും, ഒരാൾ വേറെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, അങ്ങനെയാണ് ശരിക്കും. പക്ഷേ എനിക്ക് ആ കെമിസ്ട്രി പാട്ടിൽ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞാൻ ചോദിക്കും ചെയ്തത് എങ്ങനെ നിങ്ങൾ ചെയ്തത്. കാരണം കല്യാണത്തിൻ്റെ ഒരു സീക്വൻസ്, അങ്ങനത്തെ കുറച്ച് സീക്വൻസസിൽ ഞാനിങ്ങനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി രസമുണ്ട് രണ്ടുപേരെയും കൂടെ കാണാൻ, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ പാട്ടിലൊക്കെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്, അറിയാവുന്ന ആൾക്കാരുമായിട്ടും കൂടെ ഈ റൊമാൻറ്റിക് സോങ്സ് ഷൂട്ട് ചെയ്യാൻ വലിയ പാടാണ്. ഞാൻ പേഴ്സണലി ലാസ്റ്റ് ഞാനും അഭിറാം രാധാകൃഷ്ണനും കൂടെ ഒരു സിനിമ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു സോങ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന പോലെ, അതായത് ഒരു ഡുവറ്റ് പോലത്തെ ഒരു സോങ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എങ്ങനെയാണ് അവലെ ആൾക്കാർ, ബിക്കോസ് നമ്മളിങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കണം, പിന്നെ അങ്ങനെ ഒരു റീസൺ ഇല്ലാതെ കുറേ ഇമോഷൻസ് ഇടണമല്ലോ. അപ്പോൾ അതും എങ്ങനെ ഈ ടോം ആൻഡ് ജെറി ചെയ്തു എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാട്ട് കണ്ടപ്പോൾ ഞാൻ ഇതെങ്ങനെ വിനയ് നീ എങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിച്ചു ഞാൻ. അപ്പം എന്നോട് വിനയ് പറഞ്ഞു ചില സമയത്തൊക്കെ അയ്യോ കട്ടുപറ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ രസമില്ലേ കോംബോ അല്ലേ? രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ നിഖിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തം നിഖില എന്ത് പറഞ്ഞാലും വിവാദമാണ്, എന്ത് പറഞ്ഞാലും ചർച്ചയാണ്. അതേപോലെ തന്നെയാണ്. അല്ല, അങ്ങനെ ആവുന്നതിൽ ഐ മീൻ അങ്ങനെ ആവാന്ന് പറഞ്ഞാൽ നിഖില ആക്ച്വലി അങ്ങനെ ആവണം എന്ന് വിചാരിച്ചൊന്നും പറയുന്നില്ല. അവൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു നിഖിലയ്ക്ക് അങ്ങനെ അല്ലാതെ സംസാരിക്കാൻ അറിയൂല. ഷീ ഡസൻ നോ ടു ലൈക്ക് കുറച്ച് സോഫ്റ്റായിട്ട് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കുറച്ച് പ്ലീസ് ചെയ്ത് പറഞ്ഞേക്കാം, അങ്ങനെ അറിയില്ല. ജനറലി തന്നെ ആരെയും തൃപ്തിപ്പെടുത്താനായിട്ടൊന്നും പറയാത്ത ആളാണ്. അപ്പോൾ പേഴ്സണലി അവൾ വിചാരിക്കണത് അതിൽ ഇപ്പം എനിക്ക് തോന്നുന്നു വല്ലാണ്ട് ശീലമായി അവൾക്ക് ഇങ്ങനെ വന്ന് പറയുന്നതിന് വേറെ പേഴ്സ്പെക്റ്റീവിൽ ഒരു വലിയ കോൺവെർസേഷനിൽ ഒറ്റ സെൻറ്റൻസ് മാത്രം എടുത്ത് അത് പിന്നെ ചർച്ച ചെയ്ത് അതിനവൾ ഉത്തരം പറയേണ്ട അവസ്ഥയൊക്കെ വരുന്നത് അവൾക്ക് വളരെ സ്വാഭാവികമായി. ഇപ്പം നമ്മൾ പ്രഗ്നൻസിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്, ഈ സിനിമ സംസാരിക്കുന്നതും പ്രഗ്നൻസിയെ കുറിച്ചാണ്. അപ്പം ഒരു മോനുണ്ടെന്ന് പറയണു. എങ്ങനെ ആ ഒരു കാലത്തൊക്കെ ഇപ്പോൾ ഓർക്കുമ്പം? ഞാൻ ശരിക്കും സിനിമ ഇവൻ സോമൻ്റെ കൃതാവാണെങ്കിലും ഈ സിനിമയാണെങ്കിലും ഞാൻ തമിഴിലൊരു മൂവി ചെയ്തു. ഇതിലൊക്കെ ഒരു പ്രഗ്നൻസി പീരീഡ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോ തവണ ഇങ്ങനെ ഈ ഒരു
പോയിന്റിലേക്ക് വരുന്ന സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് ഞാനൊരു അമ്മയായി എന്നുള്ളത് എന്നെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന്. ആസ് എൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി എന്നൊക്കെ അറിയാൻ. ബിക്കോസ് സോമൻ്റെ കൃതാവൊക്കെ ചെയ്ത സമയത്ത് രോഹിത് മാരീഡ് അല്ല, അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അവൻ ചോദിക്കും, ഷിബ്ല ഇങ്ങനെ കൈ വെക്കുമോ നമ്മൾ? അപ്പം ഞാൻ പറഞ്ഞു, പേഴ്സണലി ഞാൻ അങ്ങനെ ഒരിക്കലും കൈ വെച്ചിട്ടില്ല. ഞാൻ പൊതുവെ കാണാറുണ്ട് സിനിമയിൽ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരു കൈ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ ബോഡിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ മിക്കവാറും അങ്ങനെ ആയിരിക്കില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ആകെ തോന്നിയിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ബാക്കിലേക്കൊരു വലിവ് വരും. അസൻ ഇവിടെ ഇത്രയും സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പോൾ വിനയും പറഞ്ഞു, അത് ശരിയാണ്, എല്ലാവരും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ വിനയ്ക്കും കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യില്ല എന്ന്. അപ്പോൾ എനിക്കതൊക്കെ അങ്ങനത്തെ സാധനമൊക്കെ മാറ്റണമെന്നുണ്ട്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ കോളനിയിൽ ഉള്ള ആളാണെന്ന് പറയുമ്പോൾ മെലിഞ്ഞിരിക്കണം, ക്യാൻസർ രോഗിയാണെന്ന് പറയുമ്പോൾ മെലിഞ്ഞിരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ക്യാൻസർ രോഗികളല്ലാതെ. ഞാൻ കോളനിയിലുള്ള സ്ത്രീകളെ, ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങളുടെ ടെറസിൽ നിന്ന് ജസ്റ്റ് നോക്കുന്ന സമയത്ത് കാണുന്നത് ഒരു കോളനി പോലത്തെ സ്ഥലമാണ്. അവിടെ ഞാൻ എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ പെർസെപ്ഷൻസും കുറേ സ്റ്റിഗ്മയൊക്കെ ഉണ്ട്. പിന്നെ റിച്ച് ആണെന്ന് പറയുമ്പോൾ തടിച്ചിരിക്കണം, അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നാം മദർഹുഡ് എന്നുള്ള സാധനത്തിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാവും എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് അത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ വേണ്ട എന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നവരും ഇപ്പം വേണ്ട എന്ന ഡിസിഷൻസ് എടുക്കുന്നവരൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് സയൻസും കൂടെ നമ്മൾ നോക്കണം. ആസ് എൻ നമ്മുടെ രണ്ടുപേരുടെയും ഹെൽത്ത് ഏറ്റവും നന്നായിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ പേഴ്സണലി എന്നോടൊരാൾ അഡ്വൈസ് ചോദിച്ചാൽ ഞാൻ പറയാം അങ്ങനെയായിരിക്കും. ആസ് എൻ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കണം, നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയൊക്കെ ഏറ്റവും നന്നായിരിക്കുന്ന സമയത്ത് കുട്ടികളുണ്ടാവണം. പിന്നെ ഓഫ് കോഴ്സ് പേഴ്സണലി നാച്ചുറലായിട്ട് തന്നെ സ്ട്രെസ് ഇല്ലാതെ ഉണ്ടാവുന്ന കുട്ടികൾ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും ഇതൊരു പ്രഷറാവും. ഫുൾ ചുറ്റുമുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്കിതൊരു പ്രഷറാവും. പിന്നെ ഇത് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മൾ ഒരു ദിവസം ഫുൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു കുഞ്ഞുണ്ടാവും. എന്നാൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഡെഫിനറ്റ്ലി സയൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ, അതിലും തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഇതിൽ അങ്ങനത്തെ പ്രോസസ്സുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. പക്ഷേ എന്താ പറയുക, സയൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലും തെറ്റില്ല. ആസ് എൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മേ ബി സയൻസ് ക്യാൻ ഹെൽപ്പ് അസ്. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പം അത്തരം എന്തെങ്കിലും ഒരു മെസ്സേജ് പോകുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പം IVF റിലേറ്റഡ് ആയിട്ടും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടും കുട്ടികൾ റിലേറ്റഡ് ആയിട്ടൊക്കെ ഇഷ്ടംപോലെ സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് അതിനിടയ്ക്ക് ഒരു 2-3 IVF ക്ലിനിക്സ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവിലാണ് ഇത് പറഞ്ഞു പോകണമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ അങ്ങനെ ക്ലെയിം ചെയ്യുന്നില്ല, ആൾക്കാർ കണ്ടിട്ട് അവർക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള പോലെ. അപ്പോൾ എന്തായാലും വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്ന അവർക്കൊക്കെ കാണാൻ പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതിലിപ്പോൾ കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രഗ്നൻസി കുഞ്ഞുങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് എത്രത്തോളം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതർവൈസ് എല്ലാവർക്കും കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒരു ടീനേജർ ആളാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒന്നും ഭയങ്കര എനിക്ക് തോന്നുന്നു മാർക്കോ കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ ഒരു ഫൈറ്റ് പോലും ഇതിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫൈറ്റോ അല്ലെങ്കിൽ അങ്ങനെ ബ്ലഡി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വളരെ നമുക്ക് കണ്ടു കഴിയുമ്പോൾ സന്തോഷമൊക്കെ തോന്നുന്ന പോലത്തെ ഒരു സിനിമയാണ്. ഇപ്പൊ നമ്മള് ചെമ്പൻചേട്ടന്റെ പേരാണെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ചെമ്പൻചേട്ടൻ? ഭയങ്കര നല്ലായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ചെമ്പൻചേട്ടനെ കുറച്ചൊരു സീനിയറാണ്. പിന്നെ എനിക്കറിയാം ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ചോദിച്ച ഉത്തരം പറയുന്ന, ഇല്ലെങ്കിൽ പോടാപ്പാന്ന് പറയുന്ന തരത്തിലുള്ള ആളാണെന്ന് അറിയാം. അപ്പോൾ ചെമ്പൻചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ കുറേ എനിക്ക് പാട്ടിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ ധൂപം ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ എടുത്ത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, എനിക്കിത് വലിയ വശമല്ല കേട്ടോ, ഞാൻ ഇതിന് മുമ്പ് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളെ വൈഫിന് പോലും ചെയ്തെടുത്തിട്ടില്ല. ഇല്ല ഓ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അത് എൻജോയ് ചെയ്യണ പോലെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര എനിക്ക് പേഴ്സണലി തോന്നിയ സിനിമയെക്കുറിച്ച് ഭയങ്കര അറിവുള്ള ആളാണ്. ടെക്നിക്കലി ആണെങ്കിൽ, അതായത് ഞാൻ ഇപ്പോൾ ഈ ക്യാമറ വെച്ചിരിക്കണം എങ്ങനെയാണ്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ മാത്രമേ എന്നെ കാണുകയുള്ളൂ, അങ്ങനത്തെയൊക്കെ നോളജ് ഉണ്ടല്ലോ. എനിക്ക് അതൊക്കെ ഭയങ്കര കുറവാണ് സത്യത്തിൽ. എന്നോട് പറയുന്ന പോലെ ചെയ്യാന്നല്ലാതെ അങ്ങനത്തെ ഡീപ്പ് നോളജസ് എനിക്കില്ല. അപ്പോൾ ചെമ്മചേട്ടൻ അത് ഭയങ്കര നന്നായിട്ടുള്ള ഒരാളാണ്. ഓ ഇങ്ങനെയാണോ, ഓക്കെ ഓക്കെ, അപ്പം മൂപ്പര് നോക്കി, ഓ ഇതാണ് ഫ്രെയിം, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്, അങ്ങനത്തെ നോളജ് നല്ലോണം ഉണ്ട്. പിന്നെ രസമാണ്, വർക്ക് ചെയ്യാൻ നല്ല രസമാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രഗ്നൻസിയെ കുറിച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഷിബില ഒരു സൈക്കോളജിസ്റ്റ് കൂടെയാണ് കേട്ടോ. അപ്പം ഈ ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നതേ, ഇപ്പം നമ്മളെല്ലാവരും എന്താ കുറച്ച് അണുകുടുംബമായി ആണല്ലോ, അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ഒരു, എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കണ, ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവരുടെയും ബ്ലെസ്സിങ് വേണം, എല്ലാവരുടെയും ഹെൽപ്പ് വേണ്ടി വരും, ഹെൽപ്പ് എടുക്കേണ്ടി വരും, അതൊക്കെ വേണമെങ്കിലും നമ്മൾ ഏറ്റവും കുറവ് സജഷൻസ് കേൾക്കാൻ പറ്റുന്ന ഒരു സ്പേസിലായിരിക്കും അപ്പം ഉണ്ടാവുക. അപ്പം ഞാനൊക്കെ വളരെ വൾണറബിളായിരുന്നു. അതായത് വെറുതെ എന്തെങ്കിലും അറിയിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും, എന്തിനാ കരയണമെന്ന് എനിക്ക് പോലും അറിയണ്ടാവില്ല. അപ്പോൾ ഇമോഷണലി എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കണം, നമ്മളെ ബോഡിയിലുള്ള കുറേ ഹോർമോൺസ് നമ്മളെ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നേർച്ചർ ചെയ്യാനൊക്കെ വേണ്ടി ഉണ്ടായിട്ട് അത് എല്ലാം ഇങ്ങനെ പീൽ ഓഫായി പോകുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്കുണ്ടാവും. നമ്മളെ ബോഡിയിൽ ഒരു 8-9 മാസം നിന്ന ഒരു ജീവനും അതിൻ്റെ കൂടെ ഇത്രയും ഹോർമോൺസും വെയർ ഔട്ട് ചെയ്ത് പോകുന്നതിൻ്റെ ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ നമ്മൾ അതിൻ്റെ എല്ലാ സ്റ്റേജസ് കൂടെയും എങ്ങനെയായാലും കിടക്കും. എത്ര ഹാപ്പി പേഴ്സൺ ആണെങ്കിലും ആ സമയത്ത് ഒരു മൂഡിനെസ്സും ഒരു ഇതൊക്കെ മിക്കവാറും ഞാൻ കേട്ടിരിക്കണം അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരു 1% അല്ലാതെ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെ. അപ്പം എനിക്ക് തോന്നിയിരിക്കുന്ന ഏറ്റവും കുറച്ച് സജഷൻസ് കേൾക്കുക. അതായത് ഇപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുമല്ലോ ഓൺ എവ്രിതിങ്. അതായത് കുട്ടി അങ്ങനെ ചെയ്യൂ, കുട്ടീനെ ഇങ്ങനെ ചെയ്യൂ, കുട്ടിക്ക് ഇങ്ങനെ പാല് കൊടുക്കൂ, കുട്ടിക്ക് അങ്ങനെ പാല് കൊടുക്കൂ, ഓ അത് കഴിച്ചാൽ പാല് ഉണ്ടാവും, ഇത് കഴിച്ചാൽ പാലുണ്ടാവില്ല, ഇത് ഇതാക്കിയാൽ വയറ് പോവും, അത് ഇതാക്കിയാൽ മുടി വളരും. ഇങ്ങനെ നമുക്ക് നമുക്കൊരു 10,000. എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് യു ഷുഡ് ജസ്റ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ ഗൈനക്, ആൻഡ് ഇഫ് യു ഹാവ് ഇഫ് യു ക്യാൻ ഗോ ഫോർ എ തെറാപ്പി, ഗുഡ്, ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് നമുക്ക് പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതായത് ഞാൻ ഇമോഷണലി ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ പോവാണ്, കാരണം നമ്മൾ തന്നെ റിയലൈസ് ചെയ്യില്ല. ബിക്കോസ് പെട്ടെന്ന് നമ്മളെ ഫുൾ ലൈഫിൻ്റെ കാര്യങ്ങൾ മാറി, നമ്മുടെ ഷെഡ്യൂൾ മാറി, നമ്മുടെ ലൈഫിൻ്റെ പ്രയോറിറ്റി മാറി, എവ്രിതിങ് ചേഞ്ചസ്. ലൈക്ക് നമ്മൾ 9 മാസം അതിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് നമുക്കത് ചേഞ്ച് ആയിട്ട് തന്നെ തോന്നുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് എപ്പോഴും നമ്മളൊരു ഗൈഡൻസിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഇവരെ മാത്രമാണ്. ഡെഫിനറ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സ്നേഹമുള്ള, നമ്മളോട് അടുത്ത ആൾക്കാർ വരുന്നതും വിസിറ്റ് ചെയ്യുന്നതും കുഞ്ഞിനെ കാണുന്നതും ഓൾ ഗുഡ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ ചില പ്രഗ്നൻസിയിൽ കുട്ടികളുണ്ടായി കഴിയുമ്പോൾ ഹസ്ബൻഡും വൈഫും മാത്രം ഡീൽ ചെയ്യണുണ്ട്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ദേ ആർ ഗുഡ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഹെൽപ്പ് എടുക്കണോ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഹെൽപ്പ് എടുക്കുക, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക മാക്സിമം. അതാണ് ഞാൻ പ്രോബബ്ലി പറയുക. ആൻഡ് യു ഷുഡ് ഗോ ത്രൂ എ തെറാപ്പി സെഷൻ ആഫ്റ്റർ യുവർ പ്രഗ്നൻസി. ബിക്കോസ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരു ഇമോഷണൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇതെൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണം, എപ്പോൾ വർക്കൗട്ട് തുടങ്ങണം, എന്ത് ഫുഡ് കഴിക്കണം, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഗൈനക്കോളജിസ്റ്റിന്, ഒരു ന്യൂട്രീഷനൊക്കെ പറ്റും. കാലങ്ങളായിട്ടുള്ള അറിവ് അങ്ങനെ കളയണം എന്നല്ല ഞാൻ പറയണത്. പക്ഷേ അത് എടുക്കുന്നതിനെക്കാട്ടിലും ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ചിലപ്പം ഗൈഡൻസ് തരാൻ പറ്റുക ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിനായിരിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പം നമ്മൾ അതേക്കുറിച്ച് ഇന്നത്തെ ഒട്ടുമിക്ക ആളുകളും അതേക്കുറിച്ച് അവയർനെസ് ആണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു പാരൻസിനോട് പറയുമ്പം അവർക്ക് ചിലപ്പോൾ അതൊന്ന് ദഹിക്കാൻ ഭയങ്കര പാടായിരിക്കും. നമുക്കൊന്നും ഇല്ലാത്തൊരു സംഭവമല്ലേ എന്നല്ല ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പലരും പറയുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകളിലും എന്താ പറയുക,
അമ്മ കുഞ്ഞിനെ കൊന്നു അല്ലെങ്കിൽ ജനിച്ച ഉടനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ആണ്. പോസ്റ്റ്മോർട്ടം ഇപ്പം ഞാൻ പറയണ ഇപ്പം നമ്മൾ സ്ത്രീകളാണല്ലോ, നമുക്കറിയാലോ ഒരു പീരിയഡ്സിൻ്റെ സൈക്കിളിൽ തന്നെ നമ്മൾ ഭയങ്കര ലോ ആൻഡ് ഹൈ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു പീരിയഡ് ആയിരിക്കും ഡെഫിനറ്റ് ആയിട്ടും ഹോർമോണൽ വൈസും ഫിസിക്കൽ വൈസും ഒക്കെ ഇത്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ പേഴ്സണലി തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ ജീവിക്കുന്ന പലപ്പോഴും നമുക്ക് വേണ്ടിയല്ല, നമ്മൾ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ ബാക്കിയുള്ളവർ ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടിയോ ഒക്കെയാണ് നമുക്ക് ശരിക്കും നമ്മുടെ പോസിബിലിറ്റീസിൽ നമ്മുടെ ബെസ്റ്റായിട്ടല്ല നമ്മൾ ജീവിക്കണേ. നമ്മൾ എങ്ങനെ നമുക്ക് അത് ബാക്കിയുള്ളവരെ കാണിക്കാൻ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാം എന്നുള്ള പോലെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ എനിക്ക് എല്ലാ പീരീഡിലും തോന്നിയിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആവുമ്പോഴും കുഞ്ഞുങ്ങളുണ്ടാവുമ്പോഴും നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴും എല്ലാ സമയത്തും ആ പ്രഷറിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ തന്നെ എനിക്ക് തോന്നും നമ്മളൊരു 50% സ്ട്രെസ് ഫ്രീ ആവും. നമ്മൾ റിയലൈസ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹാപ്പി മൊമെൻറ്റ്സ് എല്ലാം ക്രിയേറ്റഡ് ആണ്, ഇറ്റ്സ് നോട്ട് റിയൽ. പക്ഷെ അത് റിയലൈസ് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല. അത് റിയലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും. അത് നമ്മൾ ഇവരുടെയൊക്കെ റിയൽ ലൈഫ് ചിലപ്പോൾ ആ റിയൽ ലൈഫിൽ കാണിക്കുന്നതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിരിക്കും. ലോകത്ത് സ്ട്രഗിൾ ചെയ്യാത്തവരോ വിഷമിക്കാത്തവരോ കരയാത്തവരോ ഒന്നും ആരുമില്ല. ആരോട് ചോദിച്ചാലും എല്ലാവർക്കും അവരവരുടേതായ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പ്രോബബ്ലി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഒരു ബ്രൈറ്റർ സൈഡ് മാത്രമായിരിക്കും. ആൻഡ് പീപ്പിൾ വിൽ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദാറ്റ്. ഇവരൊക്കെ ഇത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെയാണല്ലോ, എനിക്ക് മാത്രം ഇതില്ലല്ലോ, എനിക്ക് മാത്രം അതില്ലല്ലോ. നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളല്ല, നമ്മൾ ബാക്കിയുള്ളവരുടെ ലൈഫ് കണ്ട് അതൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ എനിക്ക് ലൈഫിലെ എല്ലാ പോയിൻറ്റ്സിലും കുട്ടികൾ തൊട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നാറുണ്ട് ആ കാര്യത്തിൽ ഭയങ്കര അവയർനെസ് വേണം. ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഇരട്ടി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഗെറ്റ് സെറ്റ് ബേബിയാണ് ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ അത് അടുത്ത ദിവസം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അതെ. അപ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട്, എന്തൊക്കെ പ്രതീക്ഷകളാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ വരുമ്പോൾ? എനിക്ക് ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്, ഞാൻ വിനയൻ്റെ അടുത്ത് പറയും, എനിക്ക് വിനയൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ സന്തോഷം നീ എന്നെ ഒരു സിനിമ കണ്ട് വിളിച്ചു, ഒരു സിനിമയിൽ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് വിളിച്ചത് എന്നുള്ളതാണ്. വിനയ് എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു സുഹൃത്താണ്. നിഖിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അത് എനിക്ക് ഐ പേഴ്സണലി ഫീൽ ഞാൻ ഒരു പ്രേക്ഷകയാണെങ്കിൽ ഞാൻ പോയി കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവരും സിനിമ കാണണം, കണ്ടിട്ട് വിലയിരുത്തണം. ആസ് എൻ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടോളൂ. ഐ മീൻ റിവ്യൂസൊക്കെ പെട്ടെന്ന് റിവ്യൂസൊക്കെ ഇടുമായിരിക്കും, അഭിപ്രായങ്ങളൊക്കെ കേട്ടോളൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾ പോയി കാണാനുള്ള ആ ഒരു എഫേർട്ട് എടുക്കണം, അങ്ങനത്തെ ഒരു ചാൻസ് എടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇനി എൻ്റേതായിട്ട് വരാനുള്ളത് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് മൂവി, പിന്നെ മറ്റേ കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 2, പിന്നെ നേരറിയും നേരത്ത് എന്ന് പറഞ്ഞൊരു സിനിമ, തേർഡ് മർഡർ എന്ന് പറഞ്ഞൊരു സിനിമ, ഇതൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു സിനിമ റിലീസാവുമ്പോൾ നമുക്കതിൻ്റെ റെസ്പോൺസ് അറിയാനും എങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നത്, എത്രത്തോളം നമ്മൾ പെർഫോമൻസ് അവർക്ക് വർക്കായി, എത്രത്തോളം വർക്കായില്ല, എന്തൊക്കെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്, എവിടെയൊക്കെയായിരുന്നു നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ടെൻഷനൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും ഞാൻ കൂടുതൽ അങ്ങനത്തെ ഫീഡ്ബാക്സിനെ ഭയങ്കര കാര്യമായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പോൾ ചില ആൾക്കാർ എന്നോട് ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ ഇന്ന സാധനം ഞങ്ങൾക്ക് വർക്കായില്ല, അല്ലെങ്കിൽ ഈ പോർഷൻസ് എനിക്ക് അത്ര സുഖം ഉണ്ടായില്ല, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. അങ്ങനെയാണ്, ഓക്കെ, അങ്ങനെ എനിക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഫീഡ്ബാക്സ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് എടുത്തത്? ഇല്ല, ഇതിന് കാര്യമായിട്ട് ഒരു പ്രിപ്പറേഷൻസും എടുത്തില്ല. ഞാൻ ആക്ച്വലി കിങ്സ്റ്റൺ മൂവിൻ്റെ ഷൂട്ടിലിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഫോണിൽ കൂടെ ബേസിക് ഒരു ഇത് തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ മീറ്റ് ചെയ്തു. പിന്നെ പൂജ കഴിഞ്ഞ് നമ്മൾ ഒന്നിരുന്നു. അങ്ങനെയൊക്കെയാണ് വർക്കായത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ യൂഷ്വലി സ്ക്രിപ്റ്റ് ചോദിക്കുന്ന ഒരാളാണ്. അതാണല്ലോ നമുക്കാകെ ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് കഥ കേട്ടാലും. എനിക്ക് നരേഷൻസ് കേൾക്കാനും ഇഷ്ടമാണ് കേട്ടോ. നരേഷൻസാണ് എനിക്ക് കുറച്ചും കൂടെ ടൈം എടുക്കുമല്ലോ നമ്മളൊരു സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ച് വരുമ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ
ഒന്നും ചെയ്യണ്ട, ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്യണ്ട. ഷിബ്ലെ പോലെയുള്ള ഒരാൾ തന്നെയാണ്. ഐഷ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഐഷ ഷിബ്ലെ പോലെയുള്ള ഒരാൾ തന്നെയാണ്. വലിയ അപ്പം അങ്ങനെ ചെയ്തതാണ്. എന്തായാലും സിനിമ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കട്ടെ. കുറേ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, കോമഡി കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഈ വർഷം. ചെയ്യാൻ പറ്റട്ടെ. എനിക്ക് അതിനങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, നമ്മളെപ്പോഴും പറയല്ലോ ബി റെഡി എന്ന് പറയല്ലോ. എന്തും വരുമ്പോൾ നമ്മൾ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണമല്ലോ. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ 2025. എല്ലാവരും താങ്ക് യു സോ മച്ച്. താങ്ക് യു.